മധുരക്കിഴങ്ങ് കൊണ്ട് മധുരക്കിഴങ്ങ് മസാല ഉണ്ടാക്കാം. അതിനായി 2 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് തൊലിയെല്ലാം ചെത്തി പീസാക്കി ഒന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ ഈ മധുരക്കിഴങ്ങ് മസാലയിലേക്കുള്ള മറ്റ് സാധനങ്ങൾ: കുറച്ച് കടുക്, ഉണക്കമുളക് ചതച്ചത്, ജീരകത്തിൻ്റെ പൊടി, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ലാസ്റ്റ് ശകലം ഗരം മസാലപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഒരു 2 കറിവേപ്പില, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു 25 ചെറുള്ളി, ചുമന്നുള്ളി ചതച്ചത്, 2 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ മധുരക്കിഴങ്ങ് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഇതൊന്ന് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. എല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പല കളറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. വെള്ളയുണ്ട്, ചുമപ്പ് കളറുണ്ട്, ഇത് ഏകദേശം മഞ്ഞ കളറാണ്. നമുക്ക് വളരെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇതേമാതിരി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കി കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ചെറിയ കഷ്ണമായിട്ട് വളരെ ചെറിയ കഷ്ണമായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായി വേവാൻ ആവശ്യമുള്ള വെള്ളം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ, കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. മധുരക്കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നോക്കാം. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റൈനറിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് ഒന്ന് തണുക്കട്ടെ. കടായി അടുപ്പിൽ വെച്ചാൽ സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ഇടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കും. കടുക് ഒന്ന് ശേഷം 2 അല്ലി വെളുത്തുള്ളി ഒന്ന് നോക്കിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചതച്ചിട്ടിരിക്കുന്ന ചുമന്നുള്ളിയും കൊടുക്കുക. വഴന്ന് കിട്ടുന്നതിന് ആവശ്യമുള്ളൂ. നമ്മൾ കിഴങ്ങ് ബോയിൽ ചെയ്തപ്പോൾ കുറച്ച് ചേർത്തിരുന്നു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായി ഒന്ന് വാടുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത്, അതായത് ചില്ലി ഫ്ലേക്സ് ചേർത്തതിനോട് പിന്നെ ഇളക്കാം.
ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അത് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. വീണ്ടും ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് മൂപ്പിക്കാം. കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മൂത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കാം, ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർക്കാം. എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. മധുരക്കിഴങ്ങെല്ലാം നല്ലതുപോലെ ഇളക്കി വീണ്ടും അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് ബോയിൽ മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് എല്ലാം കൂടെ ഒരു ഡിഷിലോട്ട് മാറ്റാം. മധുരക്കിഴങ്ങ് മസാല ഫ്രൈ റെഡി. മധുരക്കിഴങ്ങ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.